या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युत शङ्कर प्रभृतिभिः देवैः सदा पूजिता सा मां पातु सरस्वती भगवती നിശേഷജാഠ്യാപഹാ. കേരളദേശത്തെ അതിപ്രശസ്തവും പുരാതനവുമായ ഒരു സരസ്വതി ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് മഹാവിഷ്ണു സരസ്വതി ദേവി ക്ഷേത്രം. കോട്ടയം ജില്ലയിലാണ് പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം നഗരത്തിൽ നിന്നും MC റോഡിൽ 9 കിലോമീറ്റർ യാത്ര ചെയ്ത് ചിങ്ങവനത്തെത്തി അവിടെ നിന്നും ഇടത്തേക്ക് ഏതാണ്ട് 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ പനച്ചിക്കാട് ക്ഷേത്രത്തിലെത്താം. ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും വരുന്നവർക്ക് ചിങ്ങവനം ജംഗ്ഷനിലെത്തി വലത്തേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ചാലും ക്ഷേത്രത്തിലെത്താം. തീവണ്ടി മാർഗം വരുന്നവർക്ക് പ്രധാന സ്റ്റേഷനുകളായ കോട്ടയം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ഇറങ്ങി ബസ് മാർഗം ഇവിടെ എത്താവുന്നതാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണു ആണെങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ദേവീക്ഷേത്രമായാണ് പനച്ചിക്കാട് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും കലകളുടെയും ദേവതയാണ് സരസ്വതി ദേവി. ആദിപരാശക്തിയുടെ 3 പ്രധാന രൂപങ്ങളിൽ വിദ്യാദേവിയായി കാണുന്നതും മഹാസരസ്വതിയെ തന്നെ. സ്രഷ്ടാവായ ബ്രഹ്മാവിന് സൃഷ്ടി നടത്തുവാൻ അറിവ് നൽകുന്നത് മൂലപ്രകൃതിയായ സരസ്വതി ദേവിയാണ് എന്നാണ് ഹൈന്ദവ വിശ്വാസം. ദീർഘചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചു കുളവും ഒരു വള്ളിപ്പടർപ്പും കാണാം. ആ വള്ളിപ്പടർപ്പിനകത്ത് ഒരു പ്രത്യേക ദ്വാരത്തിലാണ് കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവിയുടെ മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിനഭിമുഖമായി കാണപ്പെടുന്ന അർച്ചനാ വിഗ്രഹത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യവും നടത്തിപ്പോരുന്നത്. മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഒരു തെളിനീരുറവ ഒഴുകി വരുന്നു. ഈ ജലമാണ് തൊട്ടു മുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. അങ്ങനെ ദിവ്യസരസിൽ കുടികൊണ്ടുകൊണ്ട് സരസ്വതി എന്ന പേര് ദേവി അന്വർത്ഥമാക്കുന്നു.
നിത്യേന രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുമാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിലെ ദർശന സമയം. സരസ്വതീ ദേവിക്ക് മുമ്പേ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാവിഷ്ണുവാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠയെങ്കിലും സരസ്വതീ ദേവിക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു വരുന്നത്. കിഴക്കോട്ട് ദർശനമായിരുന്നാണ് മഹാവിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത്. സഹസ്രനാമാർച്ചന, തുളസിമാല, നെയ്വിളക്ക്, പാൽപായസം, വെണ്ണ, കദളിപ്പഴം എന്നിവയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രധാന വഴിപാടുകൾ. വിദ്യാദേവതയായ സരസ്വതി സന്നിധിയിൽ സാരസ്വതം നെയ്യാണ് പ്രധാന വഴിപാട്. ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിധിയാവണ്ണം ജപിച്ച് ശുദ്ധവും പൂർണ്ണവും ആക്കിയതാണ്. കൂട്ടുപായസം, വിദ്യാമന്ത്രാർച്ചന എന്നിവയാണ് സരസ്വതി ദേവി സന്നിധിയിലെ മറ്റു വഴിപാടുകൾ. വിദ്യാദേവതയായ സരസ്വതി ദേവിയെങ്കിൽ നിത്യേന ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കാനെത്തുന്നുണ്ട്. സരസ്വതി പൂജയാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിലെ പ്രധാന വിശേഷാവസരം. നവരാത്രി കാലത്ത് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ധാരാളം ഭക്തർ സരസ്വതി ദേവിയെ തൊഴാനായി എത്തുന്നു. നവരാത്രി ഉത്സവത്തിൻ്റെ അവസാന ദിനമായ വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന വിദ്യാരംഭം ചടങ്ങിൽ പങ്കെടുക്കുവാൻ നിരവധി ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നു. ദുർഗാഷ്ടമി ദിനത്തിൽ സരസ്വതി മണ്ഡപത്തിൽ താളിയോല ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും എഴുത്ത് സാമഗ്രികളും മറ്റും ആയുധപൂജയ്ക്കായി വയ്ക്കാറുണ്ട്. ഗണപതി, അയ്യപ്പൻ, ശിവൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി തുടങ്ങിയവയാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിലെ ഉപദേവന്മാർ. ആശ്രയവും ആശ്വാസവും തേടിയെത്തുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും നൽകി കുടികൊള്ളുകയാണ് വിദ്യയുടെയും അറിവിൻ്റെയും അതിദേവതയായ ശ്രീ സരസ്വതി ദേവി പനച്ചിക്കാട്ട്.
കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം, ചങ്ങനാശ്ശേരി വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്നിവയാണ് പനച്ചിക്കാട് ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തുള്ള പ്രധാന ക്ഷേത്രങ്ങൾ.